ഹലോ നമസ്കാരം. ഇന്നൊരു ക്രിസ്മസ് ക്രാഫ്റ്റാണ്. നമ്മുടെ ചാനലിലെ 6ാമത്തെ ക്രിസ്മസ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ക്രിസ്മസ് റീത്താണ്. നമുക്ക് എത്ര വലുപ്പത്തിലാണോ ക്രിസ്മസ് റീത്ത് വേണ്ടത് ആ വലുപ്പം കോമ്പസിലെടുക്കുക. ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം കോമ്പസ് തന്നെ വേണമെന്നില്ല, ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന എന്താണെങ്കിലും അത് വെച്ച് വരയ്ക്കുക. പിന്നെ എത്ര വീതിക്കാണോ നമുക്കിത് വേണ്ടത്, അതായത് എത്ര വീതിയിലാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ ആ വലുപ്പം വീണ്ടും കോമ്പസിലെടുക്കുക, കട്ട് ചെയ്തെടുക്കുക, വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആ പുറത്തെ ഭാഗവും നടുവിലെ ഭാഗവും നമുക്ക് വേണ്ട, അതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന നമ്മൾ വരച്ച ഭാഗം മാത്രം മതി. എന്നിട്ട് ഇതുപോലൊരു ഗ്രീൻ ഗാർലൻഡ് എടുക്കുക. 20 രൂപയാണ് അതിന്. അത് ഒരെണ്ണം മതിയാവുമായിരിക്കും നമ്മുടെ വലിപ്പം അനുസരിച്ച്. ഒത്തിരി വലുതൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ വേണ്ടി വരും. അത് നമുക്കത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. ആദ്യം വെച്ചിട്ട് ഒരു ടേപ്പോ ഫെവി ബോണ്ടോ യൂസ് ചെയ്യുക, ഒട്ടിക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. ആ ചുറ്റിയെടുക്കുമ്പോൾ എനിക്കിത് ഒരെണ്ണം മൊത്തത്തിൽ മതിയായില്ല, ഒരു ചെറിയ പീസും കൂടി വേണ്ടി വന്നു. അപ്പോൾ ഞാനതങ്ങനെ ചുറ്റി വന്നപ്പോൾ ഞാനത് കുറച്ച് ടൈറ്റായിട്ട് ചുറ്റിയിരുന്നത്. ഒന്നുകൂടി അഴിച്ചിട്ട് ഞാനത് ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ലാതെ ഒന്ന് ചുറ്റിയപ്പോൾ ഒരെണ്ണം കൊണ്ട് എനിക്ക് ഫുള്ളായിട്ടിത് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ എടുത്തിരിക്കുന്ന ഇത് ഒരുപാട് നമ്മൾ ടൈറ്റായിട്ട് ചുറ്റി കൊടുത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ ജാമായതുപോലെയാവും. അപ്പോൾ ഒത്തിരി ടൈറ്റ് അല്ലാതെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിന് ശേഷം ഒട്ടിക്കുക. കണ്ടോ, ഇത് വന്നപ്പോൾ ബാക്കി വന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തു, വീണ്ടും ചുറ്റിയതിന് ശേഷം ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തു. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചപ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു സെല്ലോ ടേപ്പ് വെച്ച് നിൽക്കില്ലെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഹാങ്ങിങ്സ് ആണോ അതിന് ഹാങ് ചെയ്യാനുള്ളത്, ക്രിസ്മസ് ബോൾസ്, ബെൽസ്, മെറി ക്രിസ്മസ് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ ഹാങ് ചെയ്യാം. ഞാൻ വീണ്ടും റീയൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബോൾസിൻ്റെയൊക്കെ മുകളിലൊരു ഗോൾഡൻ കളർ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നമുക്ക് എടുത്താൽ ഈ ഗാർലൻഡിൽ നമുക്ക്, അതായത് ഗ്രീൻ കളർ സാധനത്തിൽ നമുക്കത് സ്റ്റിക്കല്ല നമുക്ക് ചേർത്ത് വെക്കാം. അത് ഊരിയ അതിനകത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. അപ്പോൾ അത് ഊരിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വളരെ കുറച്ച് ചിലവിൽ നമുക്കൊരു ക്രിസ്മസ് ഗാർലൻഡ് ഉപയോഗിച്ച് റീത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.